ശനിയാഴ്ചയായി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്നാ പിന്നെ പുറത്തോട്ട് പോയാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ നമ്മൾ വർക്കലോട്ട് പോകണോ എങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പിന്നെ അവസാനം നമ്മൾ ലുലുലോട്ട് തന്നെ പോയി ഗായ്സ്. അപ്പോൾ ആറ്റിക്ക് എത്തിയപ്പോൾ സിഗ്നലിൽ കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ രാത്രി അങ്ങോട്ട് യാത്ര ചെയ്തപ്പോഴേക്കും നമ്മുടെ സ്വയം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു ഫീൽ കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോയതാണ്. അപ്പോൾ നമ്മുടെ നല്ല നീലാകാശം നീലാകാശവും സൂര്യാസ്തമയവും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സമയം ഇങ്ങോട്ട് പോകുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ ആ നേരെ ലുലു ചെന്നു. അച്ഛനും മോടെ ലിഫ്റ്റിൽ കയറാതെ നടന്നു പോയി. ഞാൻ ലിഫ്റ്റിൽ കയറിയിട്ട് ഞാൻ നേരെ രണ്ടും രണ്ട് വഴിക്കായി പോയിട്ട് പിന്നെ വിളിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് എത്തി. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ എന്തോ ഓഫറും കാര്യങ്ങൾ നടക്കുമ്പോൾ നല്ല തിരക്ക്. അപ്പോൾ എനിക്ക് എന്തായാലും ശനിയാഴ്ച സാധനം വാങ്ങിക്കണം. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വെറൈറ്റി ഐറ്റം കണ്ടു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് പോയതാണ്. കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദീപാവലി ആയതുകൊണ്ട് തന്നെ കുറേ അധികം സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ലൈവ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സംഭവം ഒന്ന് വാങ്ങിയിട്ട് എന്തോ എൻ്റെ പേര് പറഞ്ഞു, ഇത് രസഗുള വാങ്ങി ഒരു ഇത്. അപ്പോൾ രണ്ട് സംഭവം വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സാധനം വാങ്ങിച്ചോളൂ. വാങ്ങിച്ചത് തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ഒരാഴ്ച വേണ്ട മലക്കറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പർച്ചേസ് ചെയ്തത്. പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി അവിടെ പോയിരുന്നു ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ട് പോവാം എന്നൊക്കെ വെച്ചിട്ടാണ് ഈ പോണ പോക്ക്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ലിഫ്റ്റിൻ്റെ. അപ്പോൾ ആ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് റൈസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോളൂ. അത് വാങ്ങിച്ചിട്ട് അവിടെ പോയിരുന്ന് കഴിച്ചിട്ട് ഇവൻ്റെ മെയിൻ കളി സെക്ഷൻ ഉണ്ടല്ലോ അവിടത്തേക്കാണ് ഈ ധ്യാനൂസ് ഇവിടെ ലുലുലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കിടന്നാണ് ഈ കിടന്ന് ഓട്ടം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് ഫുഡ് വാങ്ങിച്ച് ഷെയർ ചെയ്തും കഴിച്ചു കേട്ടോ. പിന്നെ നേരെ ഇതാ ഫൺ ഏരിയയിലോട്ട് പോയി. അവിടെ പോയി കുറച്ച് പൈസ കളഞ്ഞില്ലെങ്കിൽ അവനൊന്ന് ഭയങ്കര സമാധാനക്കാരാണ്. ഞാൻ അവിടെ തന്നെ നിർമ്മിച്ചിട്ട് അവിടെ ഇരുന്ന് കേട്ടോ. അച്ഛനും മോനും കൂടെ പോയി എവിടേക്കോ കയറിയിട്ടൊക്കെ വരാമെന്ന് കൊണ്ടൊക്കെ പോയി. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് ആകാശം നോക്കിയപ്പോൾ നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്നു. അങ്ങനെ അതൊക്കെ കണ്ടോണ്ട് ഞാൻ അവിടെ അങ്ങ് ഇരുന്ന് കേട്ടോ. അപ്പോൾ ധ്യാനം നോക്കുമ്പോൾ അത് ആ കാർ ഓടിക്കാൻ കയറി ഒറ്റ കൈ കൊണ്ടൊക്കെ അങ്ങ് തകർക്കുകയാണ്. ഒരു കൈ കൊണ്ടൊക്കെ അങ്ങ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഷോ കണ്ടോ. ഒരു കൈയൊക്കെ ഉള്ളൂ ഓടിക്കുന്നത്. അപ്പം ഇതിനകത്ത് വീണ്ടും കയറണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആരെയൊക്കെ കൊണ്ട് ചിടിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കയറ്റി പിന്നെ വേറെ എന്തോ സംഭവത്തിലൊക്കെ കയറിയിട്ടൊക്കെ തുടങ്ങി. ഞാൻ ഈ സംഭവം സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് കേട്ടോ. അപ്പോൾ വേറെ എന്തോ വെറൈറ്റി ഐറ്റം വന്നിട്ട് നമ്മുടെ അതിലൊന്നും കയറുന്ന കണ്ടു. ഇതൊന്നും പോയിന്റ് ആടാവുന്നില്ല. പോയിന്റ് ആവുന്ന വല്ല ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പോയിന്റ് ആടായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ മെക്ഡൊണാൾഡ്സിന് ഒരു ഐസ്ക്രീം കുടിക്കാതെ തിരിച്ചു പോക്കില്ല കേട്ടോ. ചുമയാണ് അവന്. എന്നാലും അവനും കൂടെ ഒന്ന് വാങ്ങി കൊടുത്തു കേട്ടോ. വലിയ തണുപ്പില്ല മെക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം. അങ്ങനെ അത് വാങ്ങി കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ പോകുന്ന വഴി ഇതാ ഇവരെ കണ്ടു കേട്ടോ. പ്രവീൺ പ്രണവ് മൃദുല എന്ന് പറയുന്ന ഇവരെ കണ്ടു. യൂട്യൂബ് ചാനൽ അവരുടെ അമ്മയും മോനും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളോട് ഇരിക്കുന്ന സമയത്ത് വന്നൊരു സിനിമ കാണാൻ വന്നതാണ് കേട്ടോ. അവർ കയറി കണ്ട് സംസാരിച്ച ശേഷം ഞങ്ങൾ ഇറങ്ങി. അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. മെക്ഡൊണാൾഡ്സിലും അവരോട് ഇരുന്നൊരു ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുത്ത ശേഷം നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു കൈകൊട്ടി കളി സ്റ്റേജ് നടക്കുന്നുണ്ട് തോട്ടയ്ക്കാട്. അതും കുറച്ച് നേരം കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ